കാൽ നൂറ്റാണ്ടിലേറെ കാലം പൊന്നാനിയിലെ വ്യാപാരികളെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് കെ.പി. അബ്ദുൽ ജബ്ബാർ. തുടർച്ചയായി 28 വർഷമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റായി കെ.പി. അബ്ദുൽ ജബ്ബാർ പ്രവർത്തിച്ചത്. കേരളത്തിലെ വ്യാപാരി സംഘടനയ്ക്കു തന്നെ മാതൃകയായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പൊന്നാനിയിലെ ഈ ചെറിയ യൂണിറ്റിൽ നിന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മോഷ്ടാക്കളുടെ ശല്യത്തിൽ നിന്ന് കച്ചവടക്കാരെ സംരക്ഷിക്കാനായി 12 ആളുകളെ പെട്രോളിംഗിന് ഏർപ്പെടുത്തിയതും കച്ചവടക്കാരുടെ പേരുവിവരങ്ങൾ ചേർത്ത് ആദ്യമായി സംഘടനാ ഡയറി പ്രസിദ്ധീകരിച്ചതും ഇരുപത്തിരുത്തി യൂണിറ്റാണ്. ജില്ലയിൽ ആദ്യമായി ആംബുലൻസ് സർവീസ് ആരംഭിച്ചതും ഈ യൂണിറ്റാണ്. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം നൽകുകയും 500-ലേറെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമുകളും നൽകി മാതൃകയായിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, താലൂക്ക് പ്രസിഡന്റ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിലും അബ്ദുൽ ജബ്ബാർ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ അർബൻ ബാങ്ക് ഡയറക്ടറും DCC സെക്രട്ടറിയുമാണ്. യാദൃശ്ചികമായി ഞാനന്ന് പ്രസിഡന്റായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകൻ നബീലിന്റെ ഉപ്പ, അവരൊക്കെയുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റിയിൽ അവിടെ ഒരു പുതിയ പ്രസിഡന്റായി അന്ന് ചെറുപ്പക്കാരനായ എന്നെ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾ എന്നെ പ്രസിഡന്റാക്കി. പിന്നീട് അന്നിവിടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിംഗ് പ്രസിഡന്റായിരുന്നു. കമ്മിറ്റി ഫോം ചെയ്ത സമയം 2 വർഷം ആരൊക്കെയോ 2-3 കുട്ടേട്ടൻ, അതുപോലെ തന്നെ അലയുടെ അഷ്റഫൊക്കെ ആക്ടിംഗ് പ്രസിഡന്റായി അങ്ങനെ നിറങ്ങി നീങ്ങുന്ന ഒരവസ്ഥയാണ്. പക്ഷെ എനിക്കാണെങ്കിലും ഒന്നും അറിയില്ല. ഞാനന്ന് പറഞ്ഞു, കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാനന്ന്. അപ്പം ഞാനൊരു പരിപൂർണ രാഷ്ട്രീയക്കാരനാണ്, എന്നെ നിങ്ങൾ ഇതിലാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് ഒഴിവാകണമെന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകരുത് എന്ന് ഞാനന്ന് പ്രസിഡന്റ് ആക്കുമ്പോൾ പറഞ്ഞതാണ്. അത് കയ്യൂം സാഹിബാണ് സത്യത്തിൽ എന്നെ ഈ പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞത്. രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, ഈ പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞ് എന്നെ പ്രസിഡന്റാക്കിയത്. അത് ഇത്ര കാലം നീണ്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഒരുപാട് ആളുകൾ, സുഹൃത്തുക്കൾ, നബീലിൻ്റെ ഉപ്പയടക്കം പ്രസേസ് അബൂബക്കർക്ക് അടക്കം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ അബൂബക്കർ സാഹിബും അഷ്റഫും ശ്രീധരേട്ടനും അങ്ങനെ ഒട്ടനവധി ആളുകൾ എൻ്റെ കൂടെ നിന്ന് വർഷങ്ങളോളം ജനറൽ സെക്രട്ടറിയും ട്രഷററും വൈസ് പ്രസിഡന്റും ഒക്കെയായി ഒരുപാട് ആളുകൾ ഒരിക്കലും എൻ്റെ മരണം വരെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട ഒരു പ്രദേശമാണ് ഈ എഴുപത്തിരുത്തിയിലെ ഈ വ്യാപാരികൾ കച്ചവടം ചെയ്യുന്ന ഈ പ്രദേശം. പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് കെ.പി. നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ T. നസ്രുദ്ദീനൊക്കെ കഴിഞ്ഞാൽ ദീർഘകാലം ഇങ്ങനൊരു പദവിയിലിരുന്ന ഒരാളായിട്ട് ശ്രീ ജബ്ബാർ വക്കീൽ അടയാളപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും സ്വരം നന്നാവുമ്പോൾ തന്നെ അദ്ദേഹം പാട്ട് നിർത്തിയത് നന്നായി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് ദുരന്ത പര്യവസായി ആവുമെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ അപകടങ്ങളൊക്കെ മണത്തറിയാനുള്ളൊരു കഴിവ് രാഷ്ട്രീയക്കാരനായ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഉചിതമായ സന്ദർഭത്തിൽ അദ്ദേഹം കളമൊഴിയുകയാണ്. ജില്ലാ സെക്രട്ടറി ഖാലിദ് ചങ്ങരകുളം മുഖ്യപ്രഭാഷണം നടത്തി. ഫൈസൽ മാറഞ്ചേരി, റഫീഖ് അക്രം, T.K. അഷ്റഫ്, T.K. രഘു, സലാഹുദ്ദീൻ ചങ്ങരകുളം, P. മനോജ്, ഇബ്രാഹിം പൊന്നാനി, ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു.